മർഹബ. തൗഹീദിൽ അടിയുറച്ച ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ആരുടെ മദതാണ് പ്രതീക്ഷിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ. ആരെയാണ് സ്നേഹിക്കേണ്ടത്? അള്ളാഹുവിനെ. ആരുടെ കാവല തേടേണ്ടത്? അള്ളാഹുവിൻ്റെ. ആരിലേക്കാണ് അഭയം തേടേണ്ടത്? അള്ളാഹുവിൻ്റെ. ഇനി ഇവിടുത്തെ ഉറൂസിൽ എന്താ നടക്കണത്? പ്രത്യേകിച്ച് ഹാജാതങ്ങളെ ഉറൂസിൽ എന്താ നടക്കണത്? പാവപ്പെട്ട സാധാരണക്കാരുടെ മനസ്സും ഹൃദയവും സമ്പത്തും മൊത്തം ഹാജാതങ്ങൾക്കാണ്ട് ഇട്ടുകൊടുക്കാനാണ് ചെന്നിട്ട്. ഇതാണ് ഓവർ എന്ന് പറഞ്ഞത്. ഇത് ഓവർ അല്ലേ? ഇത് തൗഹീദിന് വിരുദ്ധം അല്ലെങ്കിൽ പിന്നെ എന്താണ് തൗഹീദിന് വിരുദ്ധം? എത്ര വലിയ അപകടമാണിത്. അള്ളാഹുവിലേക്ക് തിരിയേണ്ട കൽബ് ഹാജാത്തങ്ങളിലേക്ക്. ഹാജാത്തങ്ങൾ ഒരു ഹൽക്കാണ്, ഒരു അബുദാണ് എന്നുള്ള ഒരു ബോധം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു ഇലാഹിൻ എന്നുള്ള രൂപത്തിലൂടെ പ്രതിഷ്ഠിക്കുകയാണ്. ഇതന്നെയല്ലേ ഓവർ? ഈ ഓവർ തിരുത്തേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ഇന്നിപ്പോൾ എത്ര ആൾക്കാർ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച്? 1000 ചില്ലാന 2000 ആൾക്കൊക്കെ ഉണ്ടാവും. ഒരു 2000 ഇറന്നില്ല, 2000 ഉണ്ടാവും. അല്ല, അത് ഓവറാവണ ഒരു അളവുണ്ടേ. 2000 ആണെന്നോ 1500 ആണെന്നുള്ളതും ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാൻ വെച്ചിട്ടാണ്. അല്ല, നമ്മൾ ഈ ഹാജാത്തങ്ങളെ പേരിൽ നിങ്ങൾ ഓവർ ആവുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ 2000 ആണ് ഓവറെങ്കിൽ നമ്മൾ 1000 ആക്കുക, അല്ലെങ്കിൽ 300 ആക്കുക, അല്ലെങ്കിൽ 500 ആക്കുക. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ ഓവർ എന്താണെന്ന് മനസ്സിലായില്ല. കൂടുതൽ വിളിച്ചതാണോ, കൂടുതൽ പറഞ്ഞതാണോ, എന്താണ് ഓവർ? മനസ്സിലായില്ല. അതൊരു വിഷയമാണല്ലോ ഈ ഓവർ എന്ന് പറഞ്ഞത്. ഭയങ്കര പ്രശ്നമാണത്. ഇത് നിങ്ങൾക്കൊക്കെ പാടാൻ പ്രയാസം ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ പറയുമ്പോൾ പ്രയാസം ഉണ്ട്, എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കിയിടുക. എന്നാലും അത് കുറച്ച് ഓവറാണെന്ന് പറയാം. നിങ്ങൾ ചൊല്ലിക്കോളി പക്ഷെ ഓവറാക്കണ്ട, നിങ്ങൾ കൊടുത്തോളി പക്ഷെ ഓവറാക്കണ്ട. ഇത് ഒരു ഹിക്മത്താണ് തോന്നുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾ ഓവറാക്കണ്ട, നിങ്ങൾ ഓവറാക്കണ്ട. കുറച്ച് സുന്നികൾ കുറച്ച് ഓവറാന്നുള്ള മൊത്തത്തിൽ. ഓവർ ഒരു വിഷയമില്ല. പടച്ച റബ്ബ് നിശ്ചയിച്ച ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനെ ഭേദിക്കുമ്പോഴാണ് ഓവർ വരിക. ശരി. ഈ ഭൂമിയിൽ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അവന് ഈ ഭൂമിയെ പിളർത്താൻ കഴിയില്ല. പടച്ചറപ്പ് വെച്ച ലിമിറ്റേഷൻ അത്. ഒരാൾ എത്ര വളർന്നാലും ഉയരം കൂടിയാലും പർവ്വതത്തോളം ആകില്ല. പടച്ചറപ്പിന്റെ ഒരു ലിമിറ്റേഷനാണ്. അപ്പൊ ലിമിറ്റ് ഉണ്ട്, പരിധിയുണ്ട്, ഓവർ ഉണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അതിനെ മറികടക്കുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. ആ ഓവർ അങ്ങോട്ട് മാറ്റി വെക്കണ്ടെന്നാണ് ചോദ്യം. അങ്ങനൊക്കെ പറഞ്ഞിക്കണ്. ഭൂമിനെ പളത്തൂലെന്നൊക്കെ പഠിച്ചോൻ പറഞ്ഞാണ്. പഠിച്ചോൻ പറഞ്ഞാണ് ഭൂമിനെ പളത്തൂലെന്ന്. പരിധി, 2 പരിധി. അതാണ്. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അതായത് ഭൂമി ഇങ്ങനെ അടി. അപ്പൊ ഈ JCB ഒക്കെ പ്രശ്നമാവല്ലോ. ഭൂമിയിലൂടെ സഞ്ചരിക്കാം. JCBക്ക് പരിധിയുണ്ട്. JCB അതിന്റെ പരിധി ഭേദിക്കുന്നു വിശ്വസിക്കാൻ പാടില്ല. കോയൽക്കിണറിന് അതിൻ്റെതായ പരിധിയുണ്ട്. ആ പരിധി അത് ഭേദിക്കുന്നു വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഉണ്ട്. ഇനി പുതിയ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതങ്ങനെ അടിക്ക് ഇങ്ങനെ പോകും. പക്ഷെ വേറെന്നുണ്ട്, ഈ ഭൂമിന്റെ അടിക്ക് പോകണത് പോയിട്ടോ. പക്ഷെ ഇത് കോയൽക്കിണറൊക്കെ എത്ര കോല് പോകണം എന്നുള്ളിടത്താണ്. അത് വേറെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഷിർക്കേ. ഇത് ഖുർആൻ പറഞ്ഞതാണ്, ശരി തന്നെയാണല്ലോ. വലാ തംശി ഫിൽ അർളി മർഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. ഇതല്ലേ സാധാരണ ഇവർ പറയുന്ന ഒരു ഡയലോഗാണ്. ഭൂമി പടർത്താൻ കഴിയൂല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇപ്പൊ ഭൂമി പളന്നില്ലേ? അതായത് ഞാൻ ഈ പറഞ്ഞത്, ഈ പർവ്വതത്തിന്റെ നീളും ഭൂമിയുടെ ഉറപ്പും ഈ പ്രയോഗത്തിന്റെ ലക്ഷ്യം എന്താണെന്നും ഈ പറഞ്ഞത് എന്താണെന്നും തിരിയാതെ നീ എത്ര നടന്നാലും എത്ര കിബിറ് കാണിച്ചാലും എൻ്റെ നടത്തം കണ്ടാൽ തോന്നും ഇജ്ജ് വല്ലാത്തൊരു സംഭവം തോന്നും. ഇജ്ജ് അഹൂദ് മലന്റെ അടുത്തൊന്ന് പോയി നോക്കിയ, അഹൂദിന്റെ മലന്റെ അടുത്ത് പോയി നിന്ന് ഇങ്ങനെ മാപ്പ് എടുക്കാൻ നോക്കും. അത് ശരി, ഞാൻ ഇത്ര ഉള്ളൂലേ എന്ന് നിനക്ക് തോന്നും. അത്ര ആ പർവ്വതത്തോളം നിനക്ക് വളരാൻ ഒരു മനുഷ്യ നിനക്ക് കഴിയില്ല. അപ്പൊ നീ എന്ത് ചെയ്യാ? നിന്നെക്കാൾ വലുതിനെ നോക്കിയാ നിനക്കറിയാ നീ ഒന്നുമല്ല. ഏതൊരു അറിവുള്ളവന്റെ മേലെയും മറ്റൊരാളുണ്ട് എന്ന് പഠിക്കാനും ഭൂമിയിൽ താഴ്മയോടെ ജീവിക്കാനും പഠിപ്പിക്കുകയാണ് അത് ചെയ്തത്. അപ്പൊ നടക്കുമ്പോ തോന്നിപ്പോകുമ്പോ ഇങ്ങനെ നടക്കണ കിബറുള്ള നെഞ്ചി പിടിച്ചുള്ള നടത്തം കണ്ടാൽ തോന്നും ഓന്റെ കയ്യിലാണ് തുഞ്ഞാവും ഇവൻ. പാറക്കോൻ ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ അവനിങ്ങനെ. അപ്പൊ അത് ഓനക്ക് കഴിയുന്നത് എന്തുണ്ടോ കഴിയാത്തതൊന്നും അപ്പുറത്തുണ്ട്. നീ എത്ര വളർന്നാലും അതിന്റെ മേലെ മറ്റൊന്നുണ്ട് എന്ന് പഠിപ്പിച്ച് മര്യാദക്ക് നടക്കണം. ആ കിബിറ് കാണിച്ചുള്ള അഹന്ത കാണിച്ചുള്ള നടത്തം വേണ്ട എന്ന് പഠിപ്പിക്കാൻ ഒരു അദബിന്റെ ഭാഷ അത് പഠിപ്പിച്ചതാണ്. ഇത് അതിന്റെ വേദിയല്ല. അതല്ലല്ലോ ഇവിടെ അളവ്. അത് പറഞ്ഞതിനാണ് ഈ പറഞ്ഞത് അളവിന്റെ കാര്യം. അവിടെയാണ് ഈ അപകടം വരുന്നത്.
ഏതളവിലാണ് ഇതിന് ശിർക്ക് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നമുക്ക് പരിപാടിയാണ് ഇന്ന് തന്നെ തീരുമാനമാക്കുക. എന്ത് ഈ അളവ് തീരുമാനമാകത്തല്ലേ ഇപ്പൊ ആകെയുള്ള പ്രശ്നം. ഓവർ ആവാന്നുള്ളതിനാണ് പരിധി. ഓവർ ആവലാണ് അമിതമാവുക. രണ്ട് ഉദാഹരണം. അതായത് നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ, ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിങ്ങനെ ഇപ്പോഴാണ് ഇത് ഓവറാകുക എന്നുള്ളത് പേടിച്ചിട്ട് ഇങ്ങനെ. അതെ, ഇവിടെയാണ് വലിയൊരു തെറ്റിദ്ധാരണ പരത്തുന്നത്. സ്നേഹമാണെങ്കിൽ എത്രയും ആകാമെന്നാണോ ഉസ്താദ് മനസ്സിലാക്കി പറഞ്ഞേ? സ്നേഹിച്ച് ശരിക്കും പറഞ്ഞാൽ നെക്കി കൊല്ലൽ എത്ര അപകടമാണോ അതേപോലെ അപകടമാണ് നക്കി കൊല്ലലും. സ്നേഹം ഒരിക്കലും ഓവറാൻ പാടില്ല, അതിനും പരിധിയുണ്ട്. സ്നേഹിച്ചല്ലോ. അപ്പൊ ഒരു പണി ചെയ്യാം നമുക്ക്, അത് ഈ സദസ്സിൽ വെച്ച് ഉറക്കനെ വിളിച്ചു പറഞ്ഞാൽ ആൾക്കാർക്ക് ആ പരിധി എത്തുമ്പോൾ നിൽക്കാലോ. അതോടെ പ്രശ്നതാണ്. ഇല്ലെങ്കിൽ ഇവർ ഈ ഓവർ എന്നൊക്കെ പറയാന്നല്ലാതെ ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കൂല. അപ്പൊ ഈ സ്നേഹിക്കുമ്പോഴുണ്ടല്ലോ, നമ്മളൊരാളെ കൂടി സ്നേഹിച്ച് അത് മനസ്സിലിങ്ങനെ ഉണ്ടാവുന്ന ഒരു ഫീലാണല്ലോ. അപ്പൊ അത് അതിന്റെ ഒരു അളവ് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ പിന്നെ ആൾക്കാർ ശിർക്കൊക്കെ പോകില്ലല്ലോ. ആ അളവ് തന്നെ കിട്ടിയാ ശിർക്ക് അവിടെ അവസാനിപ്പിക്കാലോ നമുക്ക്. അളവ് വളരെ വ്യക്തമാണ്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ വരച്ച് കാണിച്ച അളവാണ്. ഇപ്പോ യഹൂദര് ഉസൈർ നബിയെ സ്നേഹിച്ച് അവസാനം ഉസൈർ നബിനുല്ലാ എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സ്നേഹിച്ച് അൽ മസീഹുബിനുല്ലാ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? ദൈവപുത്രൻ. അങ്ങനെ പറഞ്ഞ ഈസാ നബിയെ എതിർത്തതല്ല, സ്നേഹിച്ചതാണ്. സ്നേഹിച്ചിട്ട് എന്ത് പറഞ്ഞു? സ്നേഹിച്ചു ഓവറായി പോയി. ഓ എന്ത് പറഞ്ഞത്? അൽ മസീഹുബിനുല്ലാ അങ്ങനെ പറഞ്ഞില്ലേ? അടച്ചോനെ, സ്നേഹിക്കാതെ അങ്ങനെ പറഞ്ഞാലോ? പരിശുദ്ധ ഖുർആൻ അത് പ്രശ്നമായിട്ട് അവതരിപ്പിച്ചു. അല്ലല്ല, ഞാൻ ഈസാ നബീനെ സ്നേഹിച്ചിട്ട് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ പോയിട്ട് ആ സ്നേഹത്തിന്റെ ലോകത്തെ അളവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശിർക്കാവണ്ടേ? അല്ലല്ല, ഞാൻ കൂടെ ഉണ്ട്. എന്തിനാ ബേജാറാണ്? നമ്മളിങ്ങനെ പോയി അവിടെ എത്തി. ഇബ്നുൽ തന്നെ അവിടെ എത്തി. എത്ര കിലോമീറ്റർ പോയിട്ട് അവിടെ എത്തിയെന്നറിയോ? അതാണ് അളവാണ് നമുക്ക് നിശ്ചയിക്കാൻ പോകണേ. നമ്മൾ സ്നേഹിച്ച് അവസാനം ഇബ്നുല്ല എന്നാണ് പറഞ്ഞപ്പോഴാണ് ശിർക്കായത്. ഈ സ്നേഹിച്ച് ഇത്രയും കിലോമീറ്റർ പോകാതെ നിന്നോടെ തന്നെ ഇരുന്നിട്ട് വെറുതെ ഇബ്നുല്ല എന്നാണ് വിശ്വസിച്ചാലോ? ആ ഇബ്നുല്ലയുടെ പരിധിയിലാണ് മെല്ലല്ലേ കാര്യങ്ങളൊന്നും മെല്ലാക്കല്ലേ നമുക്ക്. ഉസൈർ ഇബ്നുല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്നുല്ല എന്ന് പറഞ്ഞതാണല്ലോ ഇവിടെ പ്രശ്നം. എന്തിനാണ് സ്നേഹിച്ച് മനസ്സിലാക്കണം നിങ്ങള്. മുത്തുനബിയെ സ്നേഹിക്കാൻ പറയുന്ന മദ്ഹിന്റെ സദസ്സിൽ വന്ന് ഇത് പറയുന്നതിൽ ഇതിനെതിരെ പ്രസംഗിക്കുമ്പോഴാണ് പ്രശ്നം. പാട്ട് പാടാൻ പറഞ്ഞവരും പാട്ട് ഉണ്ടാക്കി പഠിപ്പിച്ചവരും മുത്തുനബിയുടെ മദ്ഹ് പറയാൻ പറഞ്ഞവരും പറയിപ്പിച്ചവരും അവരെല്ലാം പാട്ടിലൂടെ പറഞ്ഞതും ഇതാണ്. ഇത് പറയരുത്. ഏത്? ഇബ്നുല്ലാ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അത് പറയരുത്. പ്രശ്നം അത് പറഞ്ഞതാ. അത് പറഞ്ഞ പ്രശ്നം അവതരിപ്പിക്കാൻ പറഞ്ഞു. നിങ്ങൾ മഹാന്മാരെ സ്നേഹിച്ച് കുറെ കഴിഞ്ഞ അവസാനം അവരെ ഇബ്നുല്ലാ എന്ന് പറഞ്ഞു. അപ്പൊ തോന്നിപ്പോവും അത്തരം സ്നേഹിച്ചിട്ട് അവസാനം ഇബ്നുല്ലാ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം. അത് ആദ്യത്തിലായ കുഴപ്പമില്ല എന്ന് തോന്നിപ്പോവും. മോനെ, അത് അവസാനമായാലും കുഴപ്പമാണ്, ആദ്യമായാലും കുഴപ്പമാണ്. വിഷയം ഇബ്നുല്ലയാണ് കുഴപ്പം, സ്നേഹമല്ല കുഴപ്പം. ഇബ്നുല്ല ഇവിടെ ഇല്ല, അതിവിടെ ഉണ്ടാകാൻ പാടില്ല. അതിലേക്ക് നമ്മൾ എത്തരുത്. എവിടെയാണ് ഇവിടുത്തെ പ്രശ്നം? ഇബ്നുല്ല എന്നുള്ളത് പ്രശ്നമാണെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നമില്ല ഹാജാ തങ്ങളെ കാവൽ എന്നുള്ള ഒരു പ്രയോഗം. അത് അതിനേക്കാൾ മറികടന്ന ഒരു പ്രയോഗമല്ലേ? അള്ളാഹുവിന്റെ കാവലല്ലേ വേണ്ടത്? പിന്നെ നമ്മളെ അതാ ഞാൻ പറഞ്ഞു. അത് നമുക്കൊരു ഉദാഹരണം മാറ്റാം. നമ്മൾ ഇന്നാൾ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ. നമ്മൾ ഈ കാട്ടിക്കൂടെ പോയി. എന്താണ് കാട്ടിക്കൂടെ പോണ സമയത്ത് ഈ പറഞ്ഞ മാതിരി നമ്മൾ പരിധി ഉണ്ട് കേട്ടോ. സ്നേഹത്തിന് മാത്രമല്ല പരിധി, പേടിക്കൂല്ല ഈ പരിധി. അള്ളാഹുവിനെ മാത്രമല്ലേ പേടിക്കാൻ പാടുള്ളൂ, അല്ലേ? അള്ളാഹിനെ മാത്രമല്ലേ സ്നേഹിക്കാൻ പാടുള്ളൂ, അള്ളാഹിനെ മാത്രമല്ലേ ബഹുമാനിക്കാൻ പാടുള്ളൂ, അള്ളാഹിനെ മാത്രമല്ലേ എല്ലാം. ഈ കാട്ടിക്കൂടെ പോകുമ്പേ കാട്ടിന്ന് ആനങ്ങനെ വരുന്നതായിട്ട് ആരോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നമ്മൾ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അളവ് എത്തുമ്പോൾ പറയട്ടെ, ഞാൻ അപ്പോൾ നിർത്താൻ വേണ്ടി. ആനങ്ങനെ വന്നപ്പോൾ മനസ്സിലൊരു പേടി വന്നു. ആന എന്നുള്ളൊരു പേടി വന്നു. പെട്ടെന്ന് കേട്ടപ്പോഴുള്ള പേടിയാണ്. ചെറിയ പേടിയായിട്ട്, വലിയ പേടിയല്ല. അതുകൊണ്ട് ചെറുക്കായിട്ടില്ല. ആ ചെറുക്കിനെ പരിധി ആകുമ്പോൾ നമുക്ക് നിർത്താലോ. അങ്ങനെ ആന ഇങ്ങനെ കടന്ന് വരികയാണ്. കാട്ടിൽ നിന്ന് ഇങ്ങനെ റോട്ടിക്ക് ഇങ്ങനെ എത്താനായി. അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ആന ഒരു പേടി കുറച്ച് കട്ടികൂടി. നമ്മളിത് ഷിർക്കൊക്കെ എത്താൻ ആ പരിധിയാണ് ഈ പറഞ്ഞത്. പടച്ചോനെ, എനിക്കുള്ള 2 പേടിയുണ്ട്. ഒന്ന് ആന വരുമോ എന്നുള്ള പേടി, പിന്നെ ഷിർക്കാവും എന്നുള്ള പേടി. 2 പേടിയുണ്ട്. കാരണം എന്താ, ഈ ആന എന്ന അല്ലാഹുവിനെ പേടിക്കേണ്ടവിടത്താണ് ഈ ആനനെ പേടിക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മളിങ്ങനെ പേടി, ആന അടുത്ത് റോട്ടിൽ ആന അങ്ങോട്ട് എത്തി, വണ്ടിന്റെ മുന്നിലെത്തി.
പേടി പരിധി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ശിർക്കൊക്കെ പോകുമെന്ന് അറിയില്ല. ഏതായാലും ആന പിടിക്കുമ്പോൾ ശിരിക്കായി പോണ്ടി വരും എന്നുള്ളതാണ് ബേജാറ്. ഏറ്റവും വലിയ ബേജാറ് അതാട്ടോ. നമ്മൾ മനസ്സിലാക്കണം, ഈ പാവങ്ങളെ ഇവർ കുപ്പിയിലാക്കണതിൻ്റെ അളവൊന്നും ആലോചിക്കുക നിങ്ങൾ. ഇവർ പറയൽ സാധാരണ ഈ വയനാട് ചുരത്തിന് 9-ാം വളവുക്ക് പോകണമെന്നാണ് ശിർക്കാവണമെങ്കിൽ. എന്നിട്ട് മോളിൽ നിന്ന് ഇങ്ങോട്ട് ചാടുമ്പോൾ മഹാന്മാരെ വിളിച്ചാൽ ശിർക്കാവുന്നു. അടിയിലാണെങ്കിൽ ആ താഴ്വാരല്ലേ, മറ്റേ നമ്മളെ എന്താ പറയുക, വയനാട് ചാരത്ത് അടിവാരം. അടിവാരത്തു നിന്നാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതിലുള്ള അപകടമാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇബ്നുല്ലാന്ന് പോയി 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 അത് പറഞ്ഞപ്പോഴാണ് പ്രശ്നം. അവിടെ നിന്ന് പറഞ്ഞ പ്രശ്നമില്ലാന്ന് ആൾക്കാരെ തോന്നിപ്പിക്കുക. അങ്ങനെ ഷിർക്കിനെ ഇവര് ചെറുതാക്കുകയാണ്, ഷിർക്കിനെ ഇവർ മുറിക്കുകയാണ്. അത് അടിവാരത്തിന് ചിർക്കായാൽ 9-ാം വളവെന്നും ചിർക്കാണ്. 9-ാം വളവിനെ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കുന്നത് ഈ ആധുനിക യുഗത്തിൽ. മൊബൈലിനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മൊബൈൽ ചിർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അതിന്റെ ശേഷം ഇനി വരാൻ പോണ ഓരോന്നിനെ പറ്റി അത് വിശ്വസിച്ചാൽ ചിർക്കാണ്. ഇനി എന്തൊക്കെ വരാൻ പോണു, സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾ കാണാത്തൊരു സാധനത്തിന്റെ അളവ് പറഞ്ഞ് ഈ അളവുണ്ടല്ലോ ഇവർ ഈ അളന്ന് മുറിച്ചത്, ഇത് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ തൗഹീദിന്റെ ഈ യഖീന്റെ ആളുകളിൽ നഷ്ടപ്പെടുത്തിയത് അവരാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ആനങ്ങനെ വന്ന് റോട്ടിലെത്തി, ആനനെ പേടിക്കണം. പക്ഷേ അല്ലാഹുവിനെ പേടിക്കുന്ന പോലെ ഒരാനയെയും എന്താ മിണ്ടാത്ത് പേടിക്കരുത്. അങ്ങനെ അതുവരെ പേടിയെത്തിയാൽ ശിർക്ക്. ആന തുമ്പിക്കൈ ഇങ്ങനെ ഒന്ന് പൊന്തിച്ചപ്പോ പേടി ഇങ്ങനെ ഔത്തറച്ച് ഇങ്ങനെ നോക്കിങ്ങള്. എന്തേ തൗഹീദിന്റെ റൂട്ട് ഇവിടെ വളരെ വ്യക്തമാണ്. ആനയെ പേടിച്ചാൽ ശിർക്കാവണ കോലല്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ചുരത്തുമെന്ന് ഇന്ന വളവെന്ന് ഇങ്ങോട്ട് ചാടിയാലും ആനയെ പേടിച്ചാലും ശിർക്ക് ആകുന്ന കോലും ആകാത്ത കോലുണ്ട്. പരിധി വിട്ടാൽ ആനപ്പേടി പരിധി വിട്ടാൽ ശിർക്കാവും. തർക്കമില്ല. അതൊരു ആനന്റെ വിഷയത്തിൽ മാത്രമല്ല, സർവ്വ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സ്നേഹവും കോപവും ദേഷ്യവും പേടിയും പരിധി വിട്ടാൽ ശിർക്കാവും. ആന വന്നാലും ശിർക്കാവും. ആന വരുന്ന കോലത്തിൽ ഒന്നും ശിർക്ക് വരില്ല എന്ന് ഉസ്താദിന് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമാക്കണം. അപ്പൊ നമുക്കൊരു പണി ചെയ്യണം. അപ്പൊ എന്താ വിഷയം? നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം. നമ്മൾ സാധാരണക്കാരല്ലേ. നിങ്ങളിപ്പോ ഇങ്ങനെ വയനാട് ചുരം കയറി ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ആന മുന്നിക്ക് വന്നെന്ന് വിചാരിക്കി. നമ്മൾ മൗലവിമാര് പറഞ്ഞനുസരിച്ച് ആനയുടെ കോലത്തിലൊരു ഷിർക്കിന്റെ ഒരു കോലുണ്ട്. അതെന്താന്ന് പോലത്തെ പറയൂല. ഒരളവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേട്ട തൗഹീദ് കേൾക്കാൻ പോയ ആൾക്കാണെങ്കിലോ ആന വരുമ്പോ ഷിർക്ക് വരുന്ന ഒരു കോലുണ്ട്, ഏതാന്നറ്റ മൗലവി പറയൂല. സംഗതി ഉണ്ട്. അപ്പൊ ഇവൻ ഈ ആന വന്ന് റോട്ടിലെത്തിയപ്പോ പഠിച്ചവനെ മൗലവി പറഞ്ഞ അളവ് എത്തിയോ അല്ലാഹു അഅലം. എത്തിയ ശിർക്കാവും, എത്തിയിലും ശിർക്കാവില്ലല്ലോ. അപ്പൊ ഇവരെ യാത്ര ആ മൈസൂർ കൂടെ പോണ യാത്ര ആലോചിക്കുകയാണ്. ഇവരിങ്ങനെ പോയി ആനങ്ങനെ വന്ന് അടുത്തെത്തി, മുന്നിലെത്തി, തുമ്പിക്കൈ ഇങ്ങനെ പൊന്തിച്ചപ്പോൾ അവന് ചിന്തിക്കണം, ഷിർക്കിന്റെ അളവിൽ പേടി എത്തിയോ? ഇല്ല എത്തിയിട്ടില്ല. പിന്നെ വണ്ടിമേലൊന്നിങ്ങനെ തൊട്ട് ഈ പേടിയെ നിങ്ങളൊന്ന് അളക്കി, എന്നിട്ടിങ്ങനെ ആ ഫീൽ, അതിനൊരു ഷിർക്കുമൊക്കെ മുട്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കേ, നിങ്ങൾ വിജയിക്കോ? അങ്ങനെ നിങ്ങൾ ഒരു അളവ് മുറിച്ച് അളന്നു മുറിച്ചു ചെറുപ്പക്കാരെ, പാവങ്ങളെ, മുഅ്മിനീങ്ങളെ, അവരുടെ സ്നേഹത്തെയും പേടിയെയും ബഹുമാനത്തെയും ആദരവിനെയും ഇങ്ങനെ അളവുകോല് വെച്ച് അളന്നു മുറിച്ച് അവരെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി. ഇപ്പൊ എന്തായി? ഈ ആനനെ പേടിക്കണ പോലെ. അപ്പൊ ആന ഇറങ്ങി, വണ്ടി ഇങ്ങനെ കുലുക്കുന്നുണ്ട്. ആ പേടിയുടെ അവസ്ഥകൾ ആലോചിക്കണം. പിന്നെ വണ്ടി മറിയാണ്, ആനത മേത്തേക്ക് ഇങ്ങനെ വരികയാണ്. ആ പേടി അവസാന പോയിന്റിലെത്തി. തൗഹീദ് പോയി. കാരണം അതിന്റെ പരിധി വിട്ടുപോയി. നോക്കിങ്ങള്, ഏതായാലും മരിക്കാണ്, മൂമിനായിട്ട് മരിക്കാനുള്ള അവസരം ഇവർ നഷ്ടപ്പെടുത്തി. കാരണം എന്താ? ഈ ഒരു ബേജാറ്. ഞാനിത് എന്തിനാ ഈ ആനനെ പറഞ്ഞു വെച്ചാല്, ഈ സ്നേഹത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാവരും പറയാറില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ തിരിച്ചിട്ട് നോക്കിയാണ്. ഇതെന്താ പാട്? നിങ്ങൾക്കൊക്കെ ഈ കേൾക്കണയിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഓൺലൈനിൽ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓലൊന്ന് ആയത്തും ഹദീസും ചർച്ചയും അളവും കോലും ഒക്കെ നമുക്ക് പിന്നെ പറയാം. മെല്ലെ ഒന്ന് മലന്ന് കിടന്ന് നെഞ്ഞത്ത് കൈവച്ചിട്ട്, എന്താണ് ഈ സംഗതി, ഒരു അളവ് വേണമല്ലോ ഇപ്പം ഇതിന്. ഒന്ന് ചിന്തിക്കാലോ വെറുതെ. എല്ലാ ആന വന്ന് ആന അതിൻ്റെ ലാസ്റ്റ് നമ്മളെ മേത്തിൻ്റെ പിടിക്കുമല്ലോ ആന, എന്നിട്ട് പൊക്കുമല്ലോ. അള്ളാഹു കാക്കട്ടെ. അത് പിടിക്കാൻ പുതിയതായിട്ടല്ലല്ലോ ഇപ്പം ഈ പറഞ്ഞത്. അവ പിടിക്കുമല്ലോ. ആ ലാസ്റ്റ് സമയത്തും മോനെ നിന്റെ തൗഹീദിന് ഒരു കോട്ടവുമില്ല. അങ്ങനെ ആന ഇളക്കിയാൽ ഇളകുന്ന തൗഹീദല്ല സുന്നിയുടെ തൗഹീദ്, അതല്ല മുസ്ലിമിന്റെ തൗഹീദ്. അങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിച്ചത് ആരാണ്? ഇനി നിങ്ങൾ പറ.
ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ എടുക്കൂ. ആ സ്നേഹത്തിന് പരിധിയുണ്ടോ? അങ്ങനെ പരിധി നിശ്ചയിച്ചത് ആരാണ്? പരിധി നിശ്ചയിച്ചത് ആരാണ്? അളവ് നിശ്ചയിച്ചത്? ആ സ്നേഹം ബഹുമാനം. ഈ ബഹുമാനം ഇത്രയായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഈ ഹൃദയത്തിന്റെ ഫീലോ ഈ അനുഭവമോ അത് കൂടുതലാകുന്നതൊന്നും ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമല്ല എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ വരെ ഓവറായോ എന്ന് പോയത്. സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയെ സ്നേഹിച്ചു. എത്ര ആണ്ട് സ്നേഹിച്ചു, എല്ലാറ്റിനേക്കാളും സ്നേഹിച്ചു, മതിമറന്ന് സ്നേഹിച്ചു. സിദ്ദീഖ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു അളവ് പോലും പറഞ്ഞു കൊടുക്കാൻ ഒരു മൗലവിയും ഉണ്ടായില്ല. ഉള്ള മൗലവിമാരുടെ ഒരു വർത്തമാനത്തിലും സിദ്ദീഖ് തങ്ങൾ പെട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന നേരത്ത് ഒരാളും ഇങ്ങനെ ഒരു അളവ് പോലും വെച്ചു കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ സ്നേഹിച്ചു 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 സ്നേഹിച്ചു. എവിടം വരെ സ്നേഹിച്ചു? സ്വന്തം ബുദ്ധി പോലും വഴിമാറുന്ന രൂപത്തിൽ, ബോധം നഷ്ടപ്പെടുന്ന രൂപത്തിൽ എല്ലാം അവിടുന്ന് വഫാത്ത എന്ന വിവരം താങ്ങാൻ പറ്റാത്തിടത്തേക്ക് ഹയ്യുൽ ഖയ്യൂമായ റബ്ബിൽ വിശ്വസിച്ച തൗഹീദിന്റെ പ്രചാരകരിൽ നേതൃത്വം വഹിച്ച രണ്ടാം ഖലീഫയായ നേരെ മുത്തുനബിയുടെ കൂടെ നിൽക്കുകയും അവിടെ മുത്തുനബി പഠിപ്പിച്ചത് അങ്ങനെ നിന്ന് പഠിക്കുകയും അവിടുന്ന് തൗഹീദ് നേരിട്ട് ഉൾക്കൊള്ളുകയും ചെയ്ത മുഅ്മിനീങ്ങളുടെ നേതാവ് ബുദ്ധി വരെ നീങ്ങി നിൽക്കുമാർ. എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, മുത്തുനബി വഫാത്തായി എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് വിമർശനങ്ങൾ പറയുന്നിടത്തേക്ക് ആ സ്നേഹം അങ്ങ് ലയിച്ചു ചേർന്നപ്പോ ഒരളവ് പോലും പഠിപ്പിക്കാൻ ആരോടുണ്ടായില്ല. നമ്മൾ എവിടെയൊക്കെയോ സ്നേഹിക്കുന്നുണ്ട്, ആരെയൊക്കെയോ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അവിടെയൊന്നും അളവ് പറയാൻ ആരുമില്ല, പറഞ്ഞിട്ട് വിജയിക്കുന്നില്ല. ആ സ്നേഹമൊക്കെ വഴിവിട്ട സ്നേഹമാണ്. എല്ലാവരും മറന്ന സ്നേഹം, അപ്പനെ മറന്നു, ഉമ്മാനെ മറന്നു, എല്ലാവരും മറന്ന സ്നേഹം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു പരിധിയും സ്വീകരിക്കില്ല. സ്നേഹത്തിന് പരിധിയോ? അതിന് പരിധി കെട്ടാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ?